വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം പക്ഷേ പോളിംഗ് ബൂത്തുകളിൽ കാര്യമായ തിരക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നഗരമേഖലകളിൽ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ ഇപ്പോൾ എത്തുന്നുണ്ട് എന്ന പുതിയ അപ്ഡേറ്റ് കൂടി വരുന്നു. വിവരങ്ങളുമായി വിവിധ പ്രതിനിധികൾ ചേരുകയാണ് വിവിധ ബൂത്തുകളിൽ നിന്നും. ആദ്യം നിഖിൽ പ്രമേഷിലേക്ക്. നിഖിൽ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു, പാലക്കാട് വിധി എഴുതുകയാണ്. അപ്പോൾ പോളിംഗ് ശതമാനം എത്ര വരെയാകും എന്നതിലാണ് ഇപ്പോൾ ഒരു സംശയമുള്ളത്. നിലവിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അല്പം മന്ദഗതിയിലാണെന്ന് പറയാം. ഉച്ചയ്ക്ക് ശേഷം പക്ഷേ നഗരമേഖലകളിൽ മാത്രം കുറച്ച് ഭേദപ്പെട്ട രീതിയിൽ പോളിംഗ് മാറുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ പരമാവധി ആളുകൾ വോട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് ആർക്ക് ഇത് അനുകൂലമാകും, എങ്ങനെയൊക്കെ ആകും ഉണ്ടാവുക എന്നൊക്കെ കൃത്യമായി മുന്നണികൾക്ക് ഒരു കണക്കുകൂട്ടൽ നടത്താൻ കഴിയുക. നിലവിൽ നിഖിൽ നിൽക്കുന്നത് ഏത് ബൂത്തിലാണ്? അവിടുത്തെ സാഹചര്യം എന്താണ് നിഖിൽ? പ്രജി, ഞാനുള്ളത് ബിഗ് ബസാർ സ്കൂളിലാണ്. 91, 92 ബൂത്തുകളിലാണ് ഞാനുള്ളത്. അങ്ങനെ വലിയ തിരക്കെന്ന് പറയാൻ പറ്റില്ല, ചെറിയ തിരക്കേ ഉള്ളൂ. പക്ഷേ മുന്നണികൾക്ക് ഇക്കാര്യത്തിൽ ആശങ്കയില്ല. അവർ പറയുന്നത് സാധാരണഗതിയിൽ ഇങ്ങനെ തന്നെയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് കാലത്ത് പെരുമാറാറ് എന്നുള്ളതാണ്. അതായത് രാവിലെ സാമാന്യം തിരക്കുണ്ടാകുന്നു, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു മന്ദഗതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു, പിന്നീട് വീണ്ടും വൈകിട്ടാകുമ്പോഴേക്കും നല്ല തിരക്ക് രൂപപ്പെടുന്നു. കഴിഞ്ഞ തവണയൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ വോട്ട് ചെയ്യാനുള്ള സമയം കഴിഞ്ഞും മണിക്കൂറുകൾ ആളുകൾ ക്യൂവിൽ നിന്ന് ആളുകളെ വോട്ട് ചെയ്ത് വിട്ടയക്കാൻ വേണ്ടി മണിക്കൂറുകളോളം തെരഞ്ഞെടുപ്പ് പ്രക്രിയ നീട്ടിവെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ പ്രവൃത്തി ദിനം കൂടി ആയതുകൊണ്ട് അവസാന നിമിഷത്തിലാണെങ്കിലും ആളുകൾ എത്തിച്ചേർന്ന് വോട്ട് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് 3 മുന്നണി സ്ഥാനാർത്ഥികളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. നമ്മളെല്ലാവരുമായും വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർക്കൊന്നും തന്നെ ആശങ്കയില്ല. അവരൊക്കെ പറയുന്നത് ഈ തരത്തിൽ തന്നെയാണ് പാലക്കാട് എല്ലാ ഘട്ടത്തിലും പ്രതികരിക്കാറ് എന്നുള്ളതാണ്. ഇപ്പോൾ 3 മണിയുടെ ഏറ്റവും പുതിയ കണക്ക് പുറത്തു വരുമ്പോൾ 50% പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. 2021 തെരഞ്ഞെടുപ്പിൽ അത് 55% എന്നുള്ളതായിരുന്നു. അതായത് അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ കുറവ് ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുന്നണികൾക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുകൂടി പറയുന്നുണ്ട്. ഇപ്പോൾ അധിക തിരക്കില്ലാതെ വളരെ വേഗത്തിൽ തന്നെ ആളുകൾക്ക് വോട്ട് ചെയ്ത് മടങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്കിവിടെയുള്ള ആളുകളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. സാധാരണ ഇങ്ങനെ തന്നെയാണോ പാലക്കാട് ഉച്ച കഴിഞ്ഞാൽ ഒരു മന്ദതയാണോ ഉണ്ടാവാറ്? പാലക്കാട് സാധാരണ ഈ സമയങ്ങളിൽ ഇങ്ങനെ തിരക്കുണ്ടാകില്ല. ഇത് കഴിഞ്ഞ ഒരു 3-4 മണി കഴിഞ്ഞാൽ തിരക്ക് കൂടുതലുണ്ടാവും. അതാണ് ഇവിടുത്തെ പൊതുവെ ഈ ബൂത്തിലാണ് കൂടുതൽ തിരക്കുണ്ടാകുക. ഈ ബൂത്തിൽ എപ്പോഴും ആളുണ്ടാകില്ല. കാലത്തൊരു തിരക്ക്, അത് കഴിഞ്ഞാൽ ഈ ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് ശേഷം മാത്രമേ. തവണ എങ്ങനെയാണ് പോളിംഗ് ഉയരും? എന്താ നിങ്ങൾക്ക് തോന്നുന്നു? സാധ്യത കമ്മിയാണ്. ഇപ്പോഴത്തെ ആകുമ്പോൾ 50-ൻ്റെ ഉള്ളിലല്ലേ വന്നിട്ടുള്ളൂ. ഏകദേശം 70 എത്തുന്നുള്ള പ്രതീക്ഷയുണ്ട്. എന്താ ഇപ്പോൾ ആളുകൾ ഉപതെരഞ്ഞെടുപ്പിനോടൊരു വിമുഖതയാണോ? മുഖത എന്ന് പറയാൻ പറ്റില്ല. പൊതുവേ എല്ലാവർക്കും ഒരു താല്പര്യക്കുറവുണ്ട് തോന്നണേ. ശരിക്കും പോളിംഗ് വരണം. എന്താ കാരണം എന്നുണ്ടെങ്കിൽ 3 കാൻഡിഡേറ്റും നല്ല കാൻഡിഡേറ്റാണ്. പിന്നെ നല്ല പ്രചരണവും നടത്തിയിട്ടുണ്ട്. നല്ല പ്രചരണം പാലക്കാടിൻ്റെ ചരിത്രത്തിൽ ഇത്രയും കാലം ഇതുമാതിരിയുള്ള ഒരു ഇത് നടത്തിയിട്ടില്ല. അതിനുള്ള പോളിംഗ് വരണം. എന്തായാലും ഒരു 75 വരണം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പ്രജന, ഇപ്പോൾ ഈ ബൂത്തിലാണെങ്കിൽ സാമാന്യം ചെറിയ തിരക്കെങ്കിലും ഉണ്ട്. ഇവിടെ തീരെ തിരക്കും നമുക്കില്ല. അത് കാണുമ്പോൾ തന്നെ ഉദ്യോഗസ്ഥരൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ആളുകൾക്ക് വേണമെങ്കിൽ വന്ന് അപ്പം തന്നെ വോട്ട് ചെയ്ത് മടങ്ങാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. പക്ഷെ ആരും തന്നെ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത്രയധികം പ്രചരണമൊക്കെ നടത്തിയിട്ടും ദേശീയ നേതാക്കൾ, സംസ്ഥാന ദേശീയ നേതാക്കളൊക്കെ വന്ന് പ്രചരണം നടത്തിയിട്ടും അത്ര ഏറ്റില്ലേ കാര്യങ്ങൾ എന്ന ഒരു സംശയം നമുക്കില്ലാതില്ല. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇപ്പോൾ ഇവിടെയുള്ള അദ്ദേഹം വ്യാപാരി വ്യവസായി സമിതിയുടെ ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതൊക്കെ പോലെ ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം ജോലിയൊക്കെ ഒന്ന് തീർത്ത് തൻ്റെ ദൈനംദിന കാര്യങ്ങളൊക്കെ തീർത്ത് വോട്ട് ചെയ്യാൻ വരാം എന്ന് കരുതുന്ന ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ക്യൂവിലാണെങ്കിൽ നമുക്ക് ഒരു നേഴ്സാണെന്ന് തോന്നുന്നു, അവരൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ അവരൊക്കെ അവരുടെ ജോലികളൊക്കെ പൂർത്തിയാക്കി പതിയെ എങ്ങനെ വരാമെന്ന് കരുതിയതായിരിക്കണം. അങ്ങനെയെങ്കിൽ 4 മണിക്ക് ശേഷം കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിച്ചേരുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അവസാന മണിക്കൂറുകളിലായിരിക്കും ഒരുപക്ഷെ വലിയ തിരക്കിന് ഇപ്പോൾ കാണാൻ പോകുന്നതും. എന്തായാലും ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ, രാവിലെ 7 മണിക്ക് ആരംഭിച്ച് ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇനിയിപ്പോൾ കേവലം 3 മണിക്കൂറിൽ താഴെ സമയം മാത്രമാണ് ഉള്ളത്. അതുവരെയും 50% കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതൊരാശങ്ക തന്നെയാണ്. ഇപ്പോൾ UDF ക്യാമ്പൊക്കെ അവകാശപ്പെടുന്നത് തങ്ങളുടെ വോട്ടുകളൊക്കെ ചെയ്യിച്ചിട്ടുണ്ട് എന്നാണ്. BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹവും പറയുന്നത് ഞങ്ങളുടെ വോട്ടുകൾ ചെയ്തിട്ടുണ്ട്, ആശങ്കയില്ല എന്നാണ്. രാവിലെ തന്നെ ഡോക്ടർ P. സരിൻ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. അതായത് ഒരുപക്ഷെ ഈ പോളിംഗ് ശതമാനം ഒരു അല്പം കുറയാൻ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം. 6 മണി വരെയാണ് പോളിംഗ് സമയം. 6 മണിക്ക് മുൻപ് ക്യൂവിൽ നിൽക്കുന്ന മുഴുവൻ പേരെയും വോട്ട് ചെയ്യാൻ അനുവദിക്കുമെന്ന് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ അറിയിച്ചതാണ്. സാധാരണഗതിയിൽ അങ്ങനെ പാലക്കാട് സംഭവിക്കാറുമുണ്ട്. അവസാന മിനിറ്റുകളിലൊക്കെ ഓടി വന്ന് ക്യൂവിൽ നിൽക്കുന്ന ആളുകൾ അവരെ മുഴുവൻ പേരെയും വോട്ട് ചെയ്ത ശേഷം മാത്രമേ മടക്കി അയക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണയൊക്കെ 8 മണി വരെയൊക്കെ തെരഞ്ഞെടുപ്പ് നീളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഞാനിപ്പോഴുള്ള 2 ബൂത്തുകളിൽ നമുക്ക് വലിയ തിരക്ക് പ്രകടമാണെന്ന് പറയാൻ പറ്റില്ല. ചെറിയ തിരക്ക്, ആളുകൾ ഒറ്റയ്ക്കായി വന്ന് വോട്ട് ചെയ്ത് മടങ്ങുന്ന സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. പ്രജിൻ, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്.